ഉത്തരേന്ത്യയിൽ പ്രളയക്കെടുതി രൂക്ഷം. ജമ്മുവിൽ മേഘവിസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ അതിതീവ്ര മഴയാണ് പെയ്തത്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി. മണിക്കൂറിനിടെ 228.1 മില്ലിമീറ്റർ മഴയാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 88 വർഷത്തിലെ ഏറ്റവും ശക്തമായ മഴ. ജനജീവിതത്തെ മഴ രൂക്ഷമായി ബാധിച്ചു. ഹസ്രത്ത് നിസാമുദ്ദീൻ, സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ വെള്ളക്കെട്ട് ബാധിച്ചു. ആസാദ് മാർക്കറ്റ് റോഡിലെ വെള്ളക്കെട്ടിൽ ബസ് മുങ്ങി. നഗരത്തിനകത്തും പുറത്തേക്കുമുള്ള പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹവും ഗതാഗതക്കുരുക്കിൽ 13 മിനിറ്റോളം കുടുങ്ങി. റോഡിലെ വെള്ളക്കെട്ടിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി BJP കൌൺസിലർ രവീന്ദർ സിംഗ് നേഗി രംഗത്തെത്തി. ജമ്മുകശ്മീരിലെ ഡോഡ ജില്ലയിലെ താത്രിയിൽ മേഘവിസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. നിരവധി വീടുകൾ തകർന്നു. അസം, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. വരും മണിക്കൂറുകളിൽ രാജസ്ഥാനിലും കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 ഡൽഹി.